നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരുണ്ടെങ്കിൽ നമുക്കറിയാം കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്. കാരണം നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി. മാത്രമല്ല, ഈ റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഈ ഒരു പുതിയ റൂമിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ ജസ്റ്റ് വെച്ചു ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അറിയാം, ഈ പല വീഡിയോസിൽ ഇതിൻ്റെ റിവ്യൂ അടുത്തതായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നെന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സാംസങ്ങിൻ്റെ K360A എന്ന് പറയുന്ന ഒരു വിൻറ്റേജ് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. 1988 ഇറങ്ങിയിട്ടുള്ളൊരു മോഡലാണ്. അതായത് ഏകദേശം 37 വർഷം പഴക്കമുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറാണ്. ഇത് ജസ്റ്റ് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ മാത്രമല്ല, ഇതൊരു റാക്കായിട്ട് വരുന്ന ഒരു ഡെക്ക് സിസ്റ്റമായിരുന്നു. ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഡബിൾ ഡെക്ക് സെറ്റ് വരുന്നുണ്ടായിരുന്നു. അതായത് പ്രീ ഔട്ട് വരുന്ന 2 കാസറ്റ് ഇടാൻ വരുന്നു. ഒന്ന് കാസറ്റിൽ നിന്ന് മറ്റേ കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാനും അതുപോലെ അതിനകത്ത് തന്നെ മൈക്ക് ഇൻപുട്ട് വരുന്ന മെറ്റൽ കാസറ്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ താഴെയായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഡബ്ബിങ്ങും കരോക്കെയൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ബാൻഡ് ട്യൂണറും കൂടെ വരുന്നുണ്ട്. അതിൽ നമുക്ക് FM-ഉം AM-ഉം സ്റ്റീരിയോ ആയിട്ട് നമുക്ക് ട്യൂൺ ചെയ്ത് പാട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ടോപ്പ് ബോക്സും അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 വരുന്ന ഒരു റാക്ക് സെറ്റായിരുന്നു ഇത്. അതിൻ്റെ ആംപ്ലിഫയർ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് വാലി വില്ലേജ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാനഡയിലുള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ നമുക്ക് അവിടെ യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അത്യാവശ്യം ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ ഒരു സെറ്റിൽ ഞാൻ കണ്ട, അതായത് പഴയതാണെങ്കിൽ പോലും കണ്ട ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വിച്ച് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു കംപ്ലയിൻറ്റ്. പിന്നെ ഒബ്വിയസ്ലി 37 വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കപ്പാസിറ്റീസ് ഒക്കെ അത്യാവശ്യം വീക്കായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റീസ് എല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ ആംപ്ലിഫയറിന് റിവ്യൂ ചെയ്തതിനു ശേഷം ഇത് കൊടുത്തിട്ട് വേറൊരു ആംപ്ലിഫയർ വാങ്ങിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കണ്ടന്റ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആംപ്ലിഫയർ അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ റിവ്യൂക്ക് ഇട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെയുള്ള ഒറിജിനൽ പ്രോഡക്റ്റ്, ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് പക്ക ഒറിജിനൽ. ഇതിപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആക്ച്വലി 80s സാംസങ്ങിൻ്റെ ഒറിജിനൽ ലോഗോ ആണ്. അപ്പോൾ ഇത് അങ്ങനെയുള്ള വെറൈറ്റി പ്രോഡക്റ്റ്. അപ്പം ഞാൻ ഇത്രയും അതിശക്തിയോട്ട് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി പ്രോഡക്റ്റ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം അങ്ങനെയുള്ള വീഡിയോസ് ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ടൈം കിട്ടുന്നതനുസരിച്ച് 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലോ വീഡിയോസ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും കൊടുക്കാനുള്ളതായതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ അധികം പണിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ മെയിൻ ഹെഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ആംപ്ലിഫയർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STK414 IC ആണ് ഇതിൽ വന്നിട്ടുള്ളത്. സാനിയുടെ ബ്രാൻഡിംഗ് ഒന്നും കാണുന്നില്ല. പക്ഷേ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റിപ്പയറിംഗ് ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 414 IC ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒബിയസ്ലി നമുക്ക് 25 വാട്ട്സ് പെർ ചാനൽ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ആംപ്ലിഫയറിൽ നമുക്ക് വരുന്നത്. ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയ്ഡ് ഇൻ കൊറിയ ആണ്. അപ്പോൾ ഈ കാനഡയിൽ ഇത് ഇവരുടെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ കാനഡയിലുള്ളൊരു വിങ് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് ആ ടൈമിൽ സെയിൽ ചെയ്തെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ബാക്കിൽ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മെയ്ഡ് ഇൻ കൊറിയ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് മൈക്ക് ഒരു കരോക്കെ ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ അഹൂജ 4040 SM-ൽ നമ്മൾക്കൊരു മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. അതിൽ മൈക്ക് കണക്ട് ചെയ്ത് പാട്ട് ട്രാക്കൊക്കെ പാടുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം STK IC കൊണ്ട് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. എങ്കിൽ പോലും നല്ല ട്യൂണാണ് ഇതിനകത്ത്. പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. എസ്പെഷ്യലി നമ്മുടെ വിൻറ്റേജ് സോങ്സ് ഒക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ്. ഭയങ്കരമായ ബേസ് ഒന്നുമില്ല. പിന്നെ ഇതിൽ നമുക്ക് ടോൺ കൺട്രോൾ സെക്ഷനിൽ നമുക്ക് ഒരു ഇക്വലൈസറാണ് അവർ കൊടുത്തിട്ടുള്ളത്. ബേസ്, ട്രിബിൾ, ബാലൻസും അതുപോലെ തന്നെ മൈക്കിൻ്റെയും വോളിയം കൂട്ടുന്നത് ബട്ടണിലാണ്. അപ്പോൾ ഇതെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു IC-യിലാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്നുള്ളത്. ഇതൊരു പഴയ ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ 2 വെബ്സൈറ്റിൽ റെഡിറ്റിലൊക്കെ കുറച്ച് ഡിസ്കഷൻസ് നിന്നാണ് ഞാൻ ഈ കുറച്ചിൻ്റെ ഡീറ്റെയിൽസ് എടുത്തത്. ഇപ്പോൾ ഇത് 88 മോഡലാണെന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഇൻഫർമേഷൻസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം അത് എനിക്കും ഇതുപോലെ വീഡിയോസ് കാണുന്നവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നേരെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീരിയോ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. മുകളിൽ നമുക്കൊരു VO മീറ്റർ, പവർ ലെവൽ മീറ്റർ, ഇത് ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിലാണ് കൊടുത്തേക്കുന്നത്. അതായത്
നമ്മൾ വോളിയം എത്ര കൂട്ടുന്നു അതിനനുസരിച്ച് സ്പീക്കറിലേക്ക് ചെല്ലുന്ന ഔട്ട്പുട്ടാണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള LED എന്ന് പറഞ്ഞാൽ സ്ക്വയർ ടൈപ്പ് LED ആണെന്ന് തോന്നുന്നു, അഴിച്ചു നോക്കിയില്ല. അപ്പോൾ അത്രയാണ് VU മീറ്ററിൻ്റെ സെക്ഷനിൽ വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്, ഒരു വിൻറ്റേജ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു LED ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, സറൗണ്ടിൻ്റെ ആണ്. അതിൽ നമുക്കിവിടെ കാണാൻ പറ്റും FL, FR, അതുപോലെ RL, RR, അത് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ്, റിയർ ലെഫ്റ്റ് റിയർ റൈറ്റ്, പിന്നെ ഫ്രണ്ട് റിയർ എന്നുള്ള രീതിയിൽ ലെഫ്റ്റ് റൈറ്റ് അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് ലെഫ്റ്റ് റൈറ്റ് മാത്രമേ ഉള്ളൂ, നമുക്കൊരു ഫീൽ കിട്ടും, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൺ ചെയ്ത സമയത്ത് എനിക്ക് എത്രയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓരോ ഇൻപുട്ടിൻ്റെയും LED ഇവിടെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് കാണാൻ പറ്റും സ്വിച്ചസ് ഉണ്ട്. ഈ സ്വിച്ച് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് LED കത്തും, അതിൻ്റെ ഇൻപുട്ട് മാറി മാറി വരും. പിന്നെ ഇവിടെ നമുക്കൊരു പവർ ബട്ടൺ, ഇത് ആക്ച്വലി മനസ്സിലാവില്ല പവർ ബട്ടൺ ആണെന്നുള്ളത്, വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ചേർന്ന് തന്നെ പോകുന്നുണ്ട് ഡിസൈനുമായിട്ട്. തൊട്ട് താഴെയായിട്ടൊരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6.3 mm സോക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മൈക്കിൻ്റെ ഒരു സോക്കറ്റും ഇട്ടിട്ടുണ്ട്, സെയിം സോക്കറ്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഹൈറ്റ് ഒരു 4 ഇഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വാല്യൂ വില്ലേജിൻ്റെ ഒരു സ്റ്റിക്കർ. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ $12.99 ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ഒരു പ്ലാസ്റ്റിക് ബിൽറ്റാണ്, ഫ്രണ്ടും സൈഡും എല്ലാം, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. വളരെ നീറ്റായിട്ടുണ്ട്. ഒരു സൈഡിൽ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ AC കേബിളുണ്ട്. നമുക്ക് ഇവിടെ കാനഡയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് പിന്നാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും. ടൈപ്പ് പിന്നാണ്. കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നേരത്തെ യൂസ് ചെയ്തവർ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സാംസങ്ങിൻ്റെ ബ്രാൻഡിങ്ങും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂസ് ആക്ച്വലി ട്രാൻസ്ഫോമറിൻ്റെ സ്ക്രൂ ആണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്നും ഇവർ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇതിന് സർവീസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ടോപ്പും ബോട്ടമാണ് അഴിച്ചെടുത്തിട്ടാണ് സർവീസിങ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാനലിലാണ് സകല സാധനങ്ങൾ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്, ബോർഡും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ബാക്ക് പാനലിലാണ്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ സോക്കറ്റ് ഇവിടെയാണ് കാണാൻ കഴിയും. നമുക്ക് നോർമലി കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റീരിയോ സ്പീക്കർ സോക്കറ്റ് ഉണ്ട്, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അവർ സ്പീക്കേഴ്സിൻ്റെ ഇംപിഡൻസ് അവർ കൊടുത്തിട്ടുണ്ട്. 8 ohms ആണ് മിനിമം. അപ്പോൾ 4 ohms ലോഡ് ചെയ്യേണ്ടതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ohms ലോഡ് ചെയ്യുന്ന IC പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പണ്ടത്തെ മോഡലായതുകൊണ്ട് തന്നെ അതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അതിൽ ലെഫ്റ്റ് റൈറ്റും പ്ലസ് മൈനസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട്പുട്ട് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. അവരോട് ലെഫ്റ്റ് റൈറ്റിൽ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ട്യൂണറിലേക്കും ടേൺ ടേബിളിലേക്കും ഡെക്കിലേക്കും കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ ഇവിടെ കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇത് 3 റാക്ക് സെറ്റ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ടേപ്പ് ഇൻപുട്ടും ഔട്ട്പുട്ടും, മറ്റ് ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ടും അതുപോലെ തന്നെ ടേപ്പിൻ്റെ ഇൻപുട്ട് ഇവിടെ ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് ഇൻപുട്ടുകൾ ഫോണോ അതുപോലെ തന്നെ CD, ഓക്സ് അല്ലെങ്കിൽ TV എല്ലാ ഇൻപുട്ടുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രൗണ്ടിങ്, എക്സ്ട്രാ ഗ്രൗണ്ടിങ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്രൗണ്ടിങ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഓഡിയോ വിഷ്വൽ എക്യുപ്മെൻറ്റ്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റിക്കറാണെന്ന് തോന്നുന്നു, ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ടുള്ള. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇങ്ങനെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ വശം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ STK 414 IC ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേസ്റ്റിംഗ് ആണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, ഒറിജിനലാണോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒരു അടിയിലത്തെ ഒരു പാർട്ടോടെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സോൾഡറിങ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6500 mF കപ്പാസിറ്റേഴ്സാണ്. സാമിയോങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് എത്ര വോൾട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വോൾട്ട് 6500 mF 2 കപ്പാസിറ്റേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു മെറ്റൽ ഡയോഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഹീറ്റ് സിങ്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ഈ ഒരു ക്യാബിനിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സപ്പോർട്ടിങ് പാനൽ ഉപയോഗിച്ചിട്ട് ഈ ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് ബോർഡ് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തേക്കുന്നത്, നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 22.022 ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം, മൾട്ടിമീറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ മെയിൻ AC ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. പവർ സ്വിച്ച്, പിന്നെ നമ്മുടെ ഇക്വലൈസർ, അതിന് തൊട്ട് അടുത്തായിട്ട് തന്നെ നമ്മുടെ VU മീറ്റർ അതുപോലെ തന്നെ സറൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഭാഗത്താണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ICയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. ടോഷിബയുടെ TC9153AP എന്ന് പറയുന്നൊരു IC ആണ് ആ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു വോളിയം ട്യൂണിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം അത് ആ ഒരു സെക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഒരു ബോർഡ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതാണ് ഇതിൻ്റെ സറൗണ്ടിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇതും പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളതായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു.
ഈ ഒരു ഭാഗത്ത് നമുക്കൊരു IC കാണാൻ കഴിയുന്നുണ്ട്. അറിയില്ല, കാരണം ഇതിൻ്റെ ഡേറ്റ ഷീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ്, ഏത് ഭാഗമാണ്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. LC7818 എന്നുള്ളൊരു IC ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടിട്ട് ഏതൊക്കെ സെക്ഷനിൽ എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ, ഇത് പവർ ആംപ്ലിഫയർ സെക്ഷനാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബോർഡ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബഫർ സ്റ്റേജ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ പല ഇൻപുട്ടുകൾ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അവർ ബഫർ സ്റ്റേജ് അടിയിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വശം എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ട്രാൻസ്ഫോമർ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കണക്ടർ നൈസായിട്ട് ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ആവാത്ത രീതിയിലൊന്ന് ഊരിയെടുക്കാം. ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് പാട്ടൊക്കെ കേട്ടു. പിറ്റേന്ന് ഞങ്ങളെല്ലാവരും മൈക്കൊക്കെ കണക്ട് ചെയ്ത് പാട്ടൊക്കെ പാടി. പക്ഷേ പിറ്റേന്ന് നോക്കിയപ്പം ഒരു ചാനൽ കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് പോയി IC കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിച്ചു. പക്ഷേ ഇതാണ് ആ ചാനലിൻ്റെ ഇൻപുട്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ആ ഒരു ഇൻപുട്ട് കണക്ടർ ഇത്രയും വർഷം പഴക്കമുള്ളതല്ലേ, അതൊന്ന് ലൂസ് കോണ്ടാക്റ്റ് വന്നതാണ്. ഇതാണ് അടുത്ത ചാനലിൻ്റെ ഇൻപുട്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് എനിക്ക് തോന്നുന്നു ആംപ്ലിഫയർ സെക്ഷൻ വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ഫോമർ ഒന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്യാം, എന്നിട്ട് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു 2 നീല വയർ വന്നിട്ടുള്ളത് 12.4 വോൾട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 22 വോൾട്ടാണ് ഇതിനോടൊപ്പം. 22 എനിക്ക് തോന്നുന്നു ഒരു 3-5 ആംപിയർ ആകാനാണ് ചാൻസ്. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന യമഹയുടെ R3 എന്നുള്ള ആംപ്ലിഫയറോട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അത് നല്ല ബേസ്, അതായത് ഏകദേശം 40+40 വാട്ട്സാണ് കമ്പനി പറയുന്നത്. പക്ഷേ നല്ല ബേസ്, നല്ല ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യാൻ അത് പാട്ട് കേൾക്കുന്ന സമയത്ത്. ഇതാണ് സറൗണ്ട് ഓൺ ആവുന്ന സമയത്ത് നമുക്കിവിടെ സറൗണ്ടിൻ്റെ ഒരു LED ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞാലും വോളിയം ഹൈ ലോ കാണിക്കുന്നത് ഇവിടെ പറ്റും. ഇതിങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ നമുക്ക് വോളിയം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ലൊരു വിൻറ്റേജ് മിനിമലിസ്റ്റിക് ഫീൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പവർ LED കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ CD മോഡിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ബാക്കിൽ ഓക്സിലറി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേബിള് അത്യാവശ്യം നീളമുള്ള ഒരു കേബിൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു ഡൂക്കിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ഞാൻ എടുത്തിട്ട് ഇതിന് കൊടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ ഡാക്ക് ത്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡാക്കിൽ നിന്നുള്ള ഓഡിയോ തന്നെയാണ് നമുക്ക് ഈ ലൈൻ ത്രൂ ആംപ്ലിഫയറിലേക്ക് കിട്ടുന്നത്. നമ്മുടെ സ്പീക്കർ ബോക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്.